അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാനായ അഹ്മദ് ബിൻ അത്വാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ തങ്ങളുടെ ഹിക്മുൽ അത്വാഇയ്യ ഇതിലടുത്തൊരു ഹിക്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മിൻ അലാമത്തി മൗത്തിൽ ഖൽബി അദമുൽ ഹുസ്നി അലാ മാ ഫാതക മിനൽ മുവാഫിഖാത്ത് വതർക്കുൻ നദമി അലാ മാ ഫഅൽതഹു മിൻ വുജൂദി സല്ലാത്ത്. ഹൃദയം മരിച്ചുപോയി എന്നുള്ളതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അദമുൽ ഹുസ്നി, ദുഃഖിക്കാതിരിക്കുക. അലാ മാ ഫാതക മിനൽ മുവാഫിഖാത്ത്. മുവാഫിഖാത്ത് എന്ന് പറഞ്ഞാൽ ത്വാഅത്ത് എന്ന ഉദ്ദേശം. അള്ളാഹുവിൻ്റെ കൽപ്പനയോട് യോജിച്ചു വരുന്നതല്ലേ ത്വാഅത്ത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ത്വാഅത്തുകൾ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പേരിൽ ദുഃഖിക്കാതിരിക്കുക. അതെന്തിൻ്റെ മേലറിയിക്കും? നിൻ്റെ ഹൃദയം മരണപ്പെട്ടു പോയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതിൽ അറിയിക്കും. അതുപോലെ തന്നെ തർക്കുന്നതിമി അലാമ ഫഅൽതഹു മിൻ വുജൂദി സല്ലാത്ത്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ ആ തെറ്റ് ചെയ്തതിൻ്റെ മേലിൽ ഒരു ദുഃഖം വരാതിരിക്കുക. ഇതും ഹൃദയം കഠിനമായി അല്ലെങ്കിൽ ഹൃദയം മരിച്ചു എന്നുള്ളതിന് അടയാളമാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ആ ഒരു ഗരീസ, ഒരു തൊബിയാസ് ഹൈവാനിയ അല്ലെങ്കിൽ ഒരു ലത്തീഫ നൂറാനിയ ഉണ്ടല്ലോ മനുഷ്യരിൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അലാ വഹിയ ഖൽബു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയില്ലേ, ഒരു സാധനം, ഒരു ഇറച്ചി, ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സുലഹത് സുലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയ ഖൽബ്. ആ ഖൽബ് നന്നാവുക എന്നുള്ളതാണ്. അപ്പോൾ ഖൽബ് മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിടിപ്പ് ഇല്ലാതാവുക, നിന്നു പോവുക എന്നുള്ളതൊന്നും നല്ല ഉദ്ദേശ്യം. അതിൻ്റെ ഉദ്ദേശം എന്താ? അതിൻ്റെ ഉദ്ദേശം മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ അള്ളാഹുവിൽ നിന്ന് വിദൂരത്തായി പോകുന്ന ഒരവസ്ഥ. അതിൻ്റെ ഹയാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹബത്ത് കൊണ്ടും ഉബൂദിയ്യത്ത് കൊണ്ടും നിറഞ്ഞ ഹൃദയം. അതാണ് ഒരു ഹൈയായിട്ടുള്ള ഹയ്യായ ഖൽബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. അപ്പം അങ്ങനത്തെ ഖൽബ് ഏതവസ്ഥയിലാണെന്ന് അറിയാനുള്ളൊരു മാർഗം, നീ നന്മകൾ എന്തെങ്കിലും നിന്നിൽ നഷ്ടപ്പെട്ടു പോയാൽ അത് വീണ്ടെടുക്കാനുള്ള ചിന്തയുണ്ടോ, അതിൻ്റെ മേലെ എനിക്ക് ദുഃഖമുണ്ടോ? ഒരു മുഅ്മിനെ ഒരു ആരാധന, ഒരു നിസ്കാരം നമ്മിൽ നിന്ന് ഖളാ ആയാൽ നമ്മൾ അതിനെ കാണുന്നത് എങ്ങനെയാണ്? അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു ഭയങ്കര വേദന സാധാരണ പറയാറുണ്ട്. ഒരു മുഅ്മിനിൽ നിന്ന് ഒരു ത്വാഅത്ത് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ ഒരു മല ചുമക്കുന്നത് പോലെ, മറ്റേതൊരു ഈച്ച ഇരിക്കുന്നത് പോലെ, പറഞ്ഞാൽ അത്രത്തോളം നിസ്സാരമായി കാണുന്ന ഒരവസ്ഥയായിരിക്കും. മറ്റേതെന്തോ ഒരു ഭയങ്കര ഇടങ്ങേറ്, ബുദ്ധിമുട്ട് നമ്മെ ബാധിക്കുന്ന പോലെയായിരിക്കും. അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു തിന്മ ഉണ്ടായി, എന്തോ അറിയാതെ നമ്മളെന്തെങ്കിലും ചെയ്തു, ഒരാളെ വഞ്ചിച്ചു, ഒരാളെന്തെങ്കിലും ചെയ്തു, നമ്മുടെ ഉമ്മയോട് ദേഷ്യപ്പെട്ടു. ആ ദേഷ്യപ്പെട്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവർത്തനം നമ്മിൽ നിന്നുണ്ടായതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും നമുക്കൊരു ഖേദം തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്തെങ്കിലും കാര്യങ്ങൾ ഖേദം തോന്നുന്നുണ്ടോ? ആ ഖേദം തോന്നിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മിൽ ഈമാൻ ശേഷിക്കുന്നു എന്നുള്ളതാണ്. അല്ല, നമ്മളിതിങ്ങനെ സ്വാഭാവികമായിട്ടും ഒരേ തിന്മകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നാൽ അത് നമ്മിൽ നിന്ന് നിസ്സാരമായി മാറും. ആദ്യം ഒരു നിസ്കാരം ഖളാ ആക്കുമ്പോഴേ നമ്മൾക്കൊരു മനസ്സിന് വേദന ഉള്ളൂ. രണ്ടാമത്തേത് ആകുമ്പോൾ അത്ര ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ നിസ്സാരമായി പോകും. അത് പിന്നെ ഒരു വിഷയമല്ലാതെ മാറും. അപ്പോഴാണ് മൗത്തുൽ ഖൽബ് വരിക. മൗത്തുൽ ഖൽബ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമാണ്. തിന്മകൾ എന്നുള്ളത് മനുഷ്യ സഹജമാണ്, ഉണ്ടായേക്കാം. കുല്ലുബിനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന തവ്വാബുൻ. പക്ഷേ ആ തിന്മകൾ അധികരിച്ച് തിന്മയിൽ നിന്ന് തൗബ ചെയ്യാതെ വന്നാൽ അത് മൗത്തുൽ ഖൽബിലേക്ക് എത്തും. മൗത്തുൽ ഖൽബിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലതവണ പറഞ്ഞ പോലെ ഒരു തക്കബ്ബുറിൻ്റെ രൂപത്തിലാണ് അവനിൽ നിന്ന് പിന്നീട് തിന്മകൾ വരിക. നിസ്സാരവൽക്കരിക്കുന്ന രൂപത്തിലായിരിക്കും തിന്മകൾ വരിക. ആ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അതിനെക്കുറിച്ച്, അത് വഴികേടിലേക്കുള്ള വഴിയാണെന്ന്
അള്ളാഹു സുബ്ഹാനഹു വ തആല പല തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് പോയി നോക്കാം. അള്ളാഹു ഹദീസുകളിൽ മറ്റൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ഇതും കാണാം. ഇന്നല്ലാഹ യുഹിബ്ബു കുല്ല ഖൽബിൻ ഹസീൻ, ദുഃഖിക്കുന്ന ഹൃദയം. അള്ളാഹു സ്വന്തത്തിനെ ഓർത്ത് ഇങ്ങനെ ദുഃഖിക്കുന്ന, നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. ഏത് വലിയ നന്മ ചെയ്യുന്ന ആളാണെങ്കിലും സ്വന്തത്തെക്കുറിച്ചോർത്ത് തസ്കിയത്തിന് ഒരാൾക്കും അധികാരമില്ല. മൻ സറത്തുഹു ഹസനത്തുഹു വസാഅത്ഹു സയ്യിഅതുഹു ഫഹുവ മുഅ്മിൻ. ഒരാൾ അദ്ദേഹത്തിൻ്റെ നന്മ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും ത്വാഅത്ത് ചെയ്താൽ അൽഹംദുലില്ലാഹ് എനിക്കത് ചെയ്യാൻ സാധിച്ചല്ലോ എന്നൊരു ചിന്തയാണോ ഒരാൾക്കുള്ളത്? അല്ലെങ്കിൽ തിന്മ ചെയ്താൽ അത് വളരെ മോശമായി പോയല്ലോ എന്നുള്ളൊരു ചിന്തയാണുള്ളത്? ഫഹുവ മുഅ്മിൻ. ഒരാൾ ഈമാൻ അവനിൽ ശേഷിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് തിന്മയുടെ മേൽ ദുഃഖിക്കുകയും നന്മ ചെയ്താൽ സന്തോഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. മൗത്തുൽ ഖൽബിന് ധാരാളം കാരണങ്ങൾ പണ്ഡിതന്മാരെ എണ്ണിയതായിട്ട് കാണാം. അല്ല ഗഫലത്തു അൻ ദിക്രില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ചിന്ത പൂർണ്ണമായിട്ട് ഇല്ലാതാവുക നമ്മുടെ ജീവിതത്തിൽ. മൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, അല്ലേ, വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അഅമ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗഫലത്ത് അൻ ദിക്രില്ല, അള്ളാഹു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല രൂപത്തിൽ നമ്മളിങ്ങനെ ദിക്റും ചൊല്ലി ഓർക്കണം എന്നുള്ളത് അതൊരു വഴിയാണ്. അല്ലാതെ തന്നെ നമ്മുടെ ഭക്ഷണ സമയത്ത്, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ അപ്പോഴേക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. മറ്റൊന്ന്, മാസിയത്ത് അധികരിച്ചാൽ അത് മൗത്തുൽ ഖൽബിനുള്ള കാരണമാകും. കല്ലവൽ അറാന അലാ ഖുലൂബിഹിം, അല്ലേ, അള്ളാഹു ഹൃദയത്തിന് ഒരു പുള്ളി വെക്കും എന്നാണ്. പുള്ളി വന്ന് അതൊരു കറുത്ത ഹൃദയമായി മാറും എന്ന് കാണാം. ഹുബ്ബുദ്ദുന്യ, ദുന്യാവിനോടുള്ള അമിതമായിട്ടുള്ള പ്രേമം, ദുന്യാവിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക, ചിന്തകൾ മുഴുവൻ ദുന്യാവ്. വലാത്ത മുദ്ദൻ ആയിനൈക്കിലാമത്താനാബിഹി, അല്ലേ, ധാരാളം ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ദീനിനെ കുറിച്ചിട്ടുള്ള അജ്ഞത. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻസിറു ഖൗമഹും. ഇതൊക്കെ മൗത്തുൽ ഖൽബിനുള്ള കാരണങ്ങളായിട്ട് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയതാണ്. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സംഘടനത്തിനിടയിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു മലക്കീയത്തും ഒരു ഹൈവാനിയത്തുണ്ട് അവനിൽ. ആ മലക്കീയത്ത് അതിജയിക്കണം, മലക്കീയത്ത് അതിജയിച്ചിട്ട് ഹൈവാനിയത്തിൻ്റെ മേലിൽ അതിജയിക്കണം, അല്ലേ, ഈ ഒരു നന്മ തിന്മയുടെ മേലിൽ അതിജയിക്കണം. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഇൻസാനിയത്ത് പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ ഹൈവാനിയത്ത് സ്വാഭാവികമായിട്ടുണ്ടാവും, തിന്മകളുണ്ടാകും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഖുൽബിനെ മഹത്തം. പക്ഷേ ആ തിന്മയെ വിഭാടനം ചെയ്യാനുള്ള, ഇനി ചെയ്ത തിന്മയെ തന്നെ മായ്ച്ചു കളയാനുള്ള മാർഗം തൗബ എന്നുള്ളതാണ്. ആ തൗബ കൊണ്ട് നന്മകൾക്ക് മേൽക്കൈ ലഭിക്കാൻ, മലക്കീയത്തിന് അതിജയിക്കാൻ സാധിക്കും. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല പല ഈ തൗബയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിൽ പ്രേരിപ്പിക്കുന്നത് കാണാം. നിങ്ങളാരും തെറ്റ് ചെയ്യുന്നൊരു സമൂഹമല്ലായിരുന്നെങ്കിൽ നിങ്ങളെല്ലാം ഒഴിവാക്കി തെറ്റ് ചെയ്യുന്ന, പിന്നീട് തൗബ ചെയ്യുന്ന ഒരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരുമായിരുന്നു. അപ്പം തെറ്റ് ചെയ്ത് തൗബ ചെയ്യുക എന്നുള്ളതും എന്താണ്? ഒരു നന്മയാണ്. തെറ്റ് ചെയ്യുക എന്നുള്ളത് തിന്മയാണ്. പക്ഷേ ആ തെറ്റിൽ നിന്നൊരു തൗബ ചെയ്യുമ്പോൾ ആ തെറ്റ് മായ്ക്കപ്പെടുകയും തൗബ എന്നുള്ളത് മറ്റൊരു നന്മയായിട്ട് മാറുകയും ചെയ്യുന്നു. അത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നന്മയാണ് തൗബ ചെയ്യുക, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളത്. ആ കീയോ ദുഃഖം നമ്മളിങ്ങനെ പ്രകടിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല, ഈ ഹയവാനീയത്തുണ്ടായതുകൊണ്ടാണ് മനുഷ്യന് അറിയാതെയും ചിലപ്പോൾ തിന്മയിലേക്ക് പോകുന്നത്. അങ്ങനെ ആയതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് ഇൽത്തിജ അല്ലെങ്കിൽ തദല്ലുൽ, അതിൻ്റെ ഒരു രസം മനുഷ്യർ അനുഭവിക്കാൻ സാധിക്കുന്നത്. അബൂ യസീദുൽ ബിസ്താമിയാണെന്ന് തോന്നുന്നു, സൂഫിയുടെ ഒരു വചനം കാണാം. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ രസം രാജാക്കന്മാർക്ക് ലഭിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ ഈ രസത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ആനന്ദത്തെക്കുറിച്ച് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, സൈന്യവുമായിട്ട്, വാളും സൈന്യവുമായിട്ട് അവർ ഞങ്ങളോട് യുദ്ധം ചെയ്യുമായിരുന്നു എന്ന്. അത്രത്തോളം രസമാണ് ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന്. ഏത് സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു കാര്യത്തിന് ഇഷ്ടപ്പെട്ടാൽ
ഏറ്റവും വലിയ കൺസേൺ അതാണെങ്കിൽ ആ ജോലി ചെയ്യാൻ നമ്മൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. നമ്മൾ പാഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ ഇഷ്ടം പൂർണ്ണമായിട്ടും അള്ളാഹു ആണെങ്കിൽ ആ അള്ളാഹുവിനോട് ഇങ്ങനെ കിന്നാരം പറഞ്ഞിരിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ കീഴിൽ ഇങ്ങനെ നിൽക്കാൻ, അതിങ്ങനെ പ്രകടിപ്പിക്കാൻ അതൊരു രസമാണെങ്കിൽ ആ രസം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാനായിരിക്കും ഒരു മനുഷ്യന് താല്പര്യം. ആ രസത്തിലേക്ക് എത്താനുള്ളൊരു വഴി ഹൈവാനിയത്തുണ്ടായതുകൊണ്ടാണ്. ആ ഹൈവാനിയത്തിനെ കുറിച്ച് ചിന്തിച്ച് അതിലുള്ള വീഴ്ചയെക്കുറിച്ച് ചിന്തിച്ച് കരയാനും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനും നമ്മൾക്ക് സാധിക്കണം അല്ലേ. ഇതിൻ്റെ നമ്മുടെ ഹിക്മിൻ്റെ വിശദീകരണമായിട്ടുള്ള പൂത്തിയൊക്കെ പറയുന്നുണ്ട്, പല വേളയിലും ഞാനൊക്കെ രാത്രി അല്ലെങ്കിൽ എഴുന്നേൽക്കൽ, ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കൽ എങ്ങനെയായിരുന്നു, പിതാവിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിട്ടായിരുന്നു. അർദ്ധരാത്രി എഴുന്നേറ്റ് തഹജ്ജുദിൻ്റെ വേളയിലൊക്കെ പിതാവ് ഇങ്ങനെ കരഞ്ഞ് ആ ശബ്ദം കൊണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ എഴുന്നേറ്റിരുന്നത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അടിമയായി മാറുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ ഇങ്ങനെയുള്ള മനുഷ്യനാണെങ്കിൽ അവൻ്റെ മേലിൽ ശൈത്വാൻ അധികാരം സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ അടിമകളുടെ മേലിൽ നിനക്ക് അധികാരമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ മാസൂമികളായിട്ടുള്ള അടിമകൾ മാത്രമല്ല, എല്ലാ മനുഷ്യനും ഒരു രൂപത്തിൽ ഇസ്മത്തുണ്ട്. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ തിന്മകളില്ലാതിരിക്കുക എന്നുള്ളതല്ലേ. തിന്മ ചെയ്ത ആൾ തൗബ ചെയ്താൽ ആ തിന്മ അത്തായിബിനെ തമ്പിക്കുമല്ലാതമ്പല, തിന്മയില്ലാത്ത പോലെയാണ്, തെറ്റില്ലാത്ത പോലെയാണ്. അപ്പോൾ അവനും സംരക്ഷിതനായി. അപ്പോൾ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ കാര്യത്തിൽ ഇവനും ഉൾക്കൊണ്ടു. അപ്പോൾ ഈ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ തൗബ എന്നുള്ളതാണ് പ്രധാനം, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഏതിച്ച് മടങ്ങുക എന്നുള്ളതാണ് പ്രധാനം. അതില്ലെങ്കിലാണ് ഈ മൗത്തുൽ ഖൽബിലേക്ക് എത്തുക. മൗത്തുൽ ഖൽബ് ഉണ്ടായാൽ അത് വലിയ അപകടകരമാണ്. സഅസ്രിഫൻ ആയാതി അല്ലദീന തകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ് വഇൻ യറ കുല്ല ആയത്തിൻ ലാ യുഅ്മിനു ബിഹാ വഇൻ യറൗ സബീലൽ ഗയ്യി യത്തഖിദൂഹു സബീല വഇൻ യറൗ സബീലൽ റുശ്ദി ലാ യത്തഖിദൂഹു സബീല. പല ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ തകബ്ബർ കൊണ്ട്, നിന്ദ്യമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തിന്മയിലേക്ക് പോകുന്ന ആൾക്കാരെ പറയുന്നുണ്ട്. ഇന്നല്ലദീന കദ്ദബു ബിആയാതിനാ വസ്തക്ബറു അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. അതിൻ്റെ ഇസ്തിക്ബാർ എന്നുള്ള രൂപത്തിൽ തക്ദീബും മാസിയത്തൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തിന്മകൾ മനുഷ്യൻ്റെ പക്കൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ തിന്മ അല്ലെങ്കിൽ തൗബ ഹുസ്ൻ ഇല്ലാതിരിക്കുമ്പോഴാണ് ആ രൂപത്തിലേക്കുള്ള മൗത്തുൽ ഖൽബ് മനുഷ്യനെ ബാധിക്കുക. അസ്സമനല്ലാഹു വഹഫളനല്ലാഹു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.